ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ കാര്യം, അതെന്താ ഞാനിപ്പോൾ പറയാം. ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചേട്ടൻ ഞങ്ങളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു. ആളാണെങ്കിൽ ഭയങ്കര ക്ഷീണവുമാണ്, പിന്നെ ആൻഷ്യസ് ആണ്. അതുകൊണ്ട് എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അടുത്ത് സംസാരിച്ചപ്പോൾ അറിഞ്ഞത് ഈ ചേട്ടൻ മലയാളിയാണെന്നും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ തിരുപ്പതിയിലേക്ക് ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി വന്നതാണെന്നും മനസ്സിലായത്. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ആ ചേട്ടൻ്റെ ബാഗും പേഴ്സും മൊബൈൽ ഫോൺ അടക്കം ആരാണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇപ്പം ആ ചേട്ടൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല, പൈസ പോലും, ഇവന്തോ കേരളത്തിലേക്ക് പോകാനുള്ള പൈസ പോലും കയ്യിലെന്ന് പറഞ്ഞത്. ഈ ചേട്ടൻ ഞങ്ങളോട് ഒരേ ഒരു കാര്യം പറഞ്ഞോളൂ, ഞാനിവിടെ എല്ലാവരോടും ചോദിച്ചിട്ട് ആരും ഒന്നും സമ്മതിക്കുന്നില്ല, തരുന്നില്ല എന്ന് പറയുന്നു. പൈസ തരും, ഗൂഗിൾ പേ തരും, നമ്മളൊന്ന് കൈ എടുത്ത് കൊടുത്താൽ മതി, പക്ഷേ ഇവിടെ ആരും അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളോട് വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒരു പേടിയായിരുന്നു, എങ്ങനെ ഒരാളോട് അറിയാത്ത ഒരാൾ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും, വല്ല സ്കാമും കാര്യങ്ങളാണോ, നമ്മൾ അങ്ങനെ ചിന്തിച്ച് പോകുമല്ലോ. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞ അച്ഛനുണ്ടോ കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇല്ല അമ്മയാണ്. അപ്പോൾ അമ്മയോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് തോന്നി ആൾ ജെനുവിനാണ്, ആൾക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയത് കൊണ്ടാണ് നമ്മളോട് ഇങ്ങനൊരു കാര്യം ചോദിക്കുന്നത്, നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ആൾക്ക് പൈസയൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ അധികം പൈസ ഒന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു 3 ലിറ്ററിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ചേട്ടാ ഇത് കൊണ്ടുപോകുക, കാരണം ആൾ ഭയങ്കര ക്ഷീണത്തിലാണ്. അങ്ങനെ വെള്ളം അങ്ങനെ കൊടുത്തു വിട്ടിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ ഈ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നപ്പോൾ നമുക്ക് ലോക്കലാണ്, നമുക്ക് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല, നമ്മൾ ലോക്കലായിരുന്നു. അപ്പോൾ ലോക്കലിൽ കയറാൻ നിന്നപ്പോഴത്തേക്കും ഒടുക്കത്തെ ആൾ, ആ ആളിൻ്റെ ഇടയിൽ കൂടെ കയറാൻ പറ്റത്തില്ല. ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത് നമ്മളെ തള്ളി മറിച്ചിട്ട് പോകും. അങ്ങനെ നമ്മൾ ട്രെയിനകത്ത് കയറാൻ നിന്നപ്പോഴത്തേക്കും ഈ ചേട്ടൻ ആദ്യം കയറി നമുക്ക് വേണ്ടി സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചേട്ടന് ചെയ്യാൻ പറ്റിയ ഒരു ഉപകാരമാണ് നമുക്ക് വേണ്ടി സീറ്റ് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ പിടിച്ചിടുക എന്നുള്ളത്. അങ്ങനെ നമുക്ക് വേണ്ടി സീറ്റ് പിടിച്ചിട്ടെന്ന്. സോ നമ്മൾ നാളെ അല്ലെങ്കിൽ ഇന്നൊരാൾക്ക് ഉപകാരം ചെയ്താൽ അത് നമുക്ക് എപ്പോഴാണെങ്കിലും തിരിച്ച് കിട്ടും എന്നുള്ളതിന് യഥാർത്ഥ ഉദാഹരണമാണ് ഞങ്ങൾക്ക് ഇന്ന് പറ്റിയ ഈ ഒരു ഇൻസിഡൻറ്റ്. കഥ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ലേ. ഞാനിപ്പോൾ എൻ്റെ സ്വന്തം നാടായ ആലപ്പുഴയിലെത്തി. ഇവിടെ എന്താണെന്നറിയത്തില്ല, ഞാൻ വന്നതിൻ്റെ ഐശ്വര്യം കൊണ്ടാണെന്ന് തോന്നി, ഇവിടെ നിന്ന് പ്രൈവറ്റ് ബസ്സൊക്കെ സമരമായിരുന്നു. സോ നമ്മൾ 2 ട്രാൻസ്പോർട്ട് പിടിച്ചാണ് വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ വീട്ടിൽ പോവാണ്. എൻ്റെ അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ഇന്ന് വരുന്ന കാര്യം. അമ്മൂമ്മയ്ക്കും അങ്കിക്കും അപ്പൂപ്പനൊന്നും അറിയില്ല. അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് ലീവ് കിട്ടിയില്ലെന്നാണ്. സോ നമുക്ക് അങ്കിയുടെ അമ്മൂമ്മയുടെയൊക്കെ റിയാക്ഷൻ നോക്കാം. സർപ്രൈസ്. ഈ പുഴയും കാടും ഒക്കെ താണ്ടി വേണം അങ്ങോട്ട് എത്താൻ. അങ്കിക്ക് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു, കാരണം ആൾ എക്സ്പെക്ട് ചെയ്തിരിക്കുമായിരുന്നു ഞാൻ വരും എന്നുള്ള കാര്യം, നല്ല എക്സ്പെക്റ്റേഷനിലായിരുന്നു. സോ അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇനിയുള്ള വീഡിയോസ് മൊത്തം വീട്ടിലെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.